നമ്മളെ പരിപ്പ് വട ഉണ്ടാക്കുക. പരിപ്പ് അരക്കാട്ടാ, വടപ്പരിപ്പ്. പരിപ്പ് വട ഉണ്ടാക്കുക. ഞങ്ങൾ കാലത്ത് പൂരം കാണാൻ പോയി. ആറാട്ടുപുഴ പൂരം കാണാൻ പോയി യാത്ര ബസ്സിൽ. അപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ട് പോയി. പരിപ്പ് കുതിർന്നു വന്നപ്പോൾ അത് വാല വെച്ചു. മുളക് പൊടി എന്ന് വെച്ചാൽ പറ്റൻ മുളക് ഇട്ടാ പൊടിച്ചത്. മുളക് പൊടി, ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇട്ടുട്ടാ. ഉപ്പിട്ട് കുഴക്കുകയാണ്. അപ്പോൾ മുളകൊക്കെ ഇട്ടുണ്ട് കേട്ടാ. മുളക് പൊടി, ചുമന്നുള്ളി, മുളക് പൊടി എന്ന് വെച്ചാൽ പൊടിയല്ല, വറ്റൻ മുളക് പൊടിച്ചതാട്ടാ. അപ്പോൾ ഉപ്പ്, മുളക് പൊടി, ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂട്ടി ഇപ്പം ഉണ്ടാക്കിട്ടാ. ഓരോരുത്തർക്ക് വയസ്സ് തുടങ്ങി. നേരമായപ്പോഴാണ് ഊണ് കഴിക്കലൊക്കെ വന്നേക്കണം. മാറിക്ക് കണ്ട പരിപ്പ് ഉടയ്ക്കുള്ള കുഴച്ചു കേട്ടാ. ഞാൻ ചീനിച്ചട്ടി കാണുന്നില്ലേ? അവിടെ വെട്ടി പോലെ ചോറുണ്ടായിരുന്നു തരാട്ടാ. അമ്മ എനിക്ക് വെള്ളം മതി. ഒന്നാനും കണ്ടുന്ന ഈ മോറ് തുടക്കാൻ എൻ്റെ ചുരിദാറിന അവിടെ നിന്നിട്ടപ്പോ കാണാം. നമ്മളങ്ങനെ ഓയിലൊന്നും മേടിക്കാറില്ല ചേട്ടാ. ഇന്ന് ഓയിൽ മേടിച്ച് വെക്കണം. സൗണ്ട് ഉണ്ടോ? പരിപ്പ് വട ഉണ്ടാക്കാട്ടാ. അതിനെ പങ്ങത്തിൽ ഉയർത്തി അതാക്കാൻ എന്താ മണിക്കുട്ടിയാട്ടന്ന് വീഡിയോ പിടിക്കണേ. അപ്പൊടി ഇല്ല. അപ്പോൾ അംഗനവാടിയെ പോയാക്കാം. ടീച്ചർ അധികം തൊട്ടുണ്ട് കാര്യത്തിന്. എന്താ ഇങ്ങോട്ട് വരണമെങ്കിൽ വാ.
തിത്തിനെയും കുഞ്ഞിനെയൊക്കെ കണ്ടോട്ടെ. എൻ്റെ അനിയത്തിയുടെ മോൻ്റെ കുട്ടികളാട്ടാ. ഞങ്ങളെല്ലാവരും കൂടി പൂരത്തിന് പോയതാണ്. ആ പൂരത്തിന് പോയപ്പോൾ അവളെ അച്ഛമ്മ കൂടെ ഇറക്കിയിട്ട് അച്ഛമ്മ ഒരു സ്ഥലം വരെ പോയി എടുക്കാം. അപ്പോൾ വരും കേട്ടാ. എൻ്റെ അനിയത്തിയുടെ മോൻ്റെ കുട്ടികളാ രണ്ടാണ്. ഒരാളും കൂടി ഉണ്ട് ഡാം ചെക്കുണ്ട്. ചെക്കനെ കൊണ്ടുവന്നിട്ടില്ലേ. ഹായ് പരിപ്പോടാ അതുണ്ടോ? ഓ അനങ്ങാണ്ട് ഹായ് ഹലോ സമയം ഇവിടെ കറണ്ട് പോയി. ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടാ. അതെ വിളിച്ചിട്ട് നീക്ക് എന്റെ കഴിഞ്ഞു അങ്ങനെ ഇറങ്ങി. പരിപ്പോടെ ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടാ. ഉണ്ടാ നന്നായി ഉണ്ടാക്കി പറഞ്ഞോളൂ കേട്ടാ. ഇനി ഞാൻ ഉണ്ടാക്കൽ കഴിഞ്ഞു പരിപ്പോട. അപ്പം ശരി കേട്ടാ. കഴിച്ചു നോക്കി മക്കള്. സൂപ്പർ സൂപ്പർ നിങ്ങാട്ട അമ്മ സൂപ്പറായിട്ട് സൂപ്പറായിട്ട് സൂപ്പർ സൂപ്പർ